അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങൾ 10 ദിനരാത്രങ്ങൾ ഏറെ പ്രാധാന്യവും ബഹുമതിയും നിറഞ്ഞതാണ്. അതിൽ 9ാമത്തെ ദിവസം അറഫ അന്ന് വളരെയധികം പ്രാധാന്യമറിയിക്കുന്നു. കാരണം കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന അടുത്ത വർഷത്തിൻ്റെയും പാപങ്ങൾ നമ്മിൽ നിന്ന് പൊറുക്കപ്പെടാൻ എല്ലാവിധ സാധ്യതയുമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. ഈ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഖുർആൻ ഹജ്ജ് അനുഷ്ഠിക്കണമെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഹജ്ജ് എന്ന പദത്തിനർത്ഥം സന്ദർശിക്കുക, ഉദ്ദേശിക്കുക എന്നൊക്കെയാണ്. അതെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ആ കഅബയെ അല്ലെങ്കിൽ ഹജ്ജിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സന്ദർശിക്കുകയും അത് ലക്ഷ്യം വെക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിന് ഹജ്ജ് എന്ന ഈ അർത്ഥവത്തായ ഒരു രൂപത്തിലേക്ക് എത്തിപ്പെടുന്നത്. ലോകത്തുള്ള ഏകദൈവ വിശ്വാസികളുടെ കൂടിച്ചേരലും മഹാസമ്മേളനവുമാണ് ഈ ഹജ്ജ് എന്നുള്ളത്. അതെ, സകല മതസ്ഥരോടും സകല ആചാരങ്ങളോടും സകല വിശ്വാസങ്ങളോടുമൊക്കെ എതിരാവുന്ന ഒരു പ്രത്യേകമായ ആരാധന കർമ്മമാണ് ഹജ്ജിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരേ വിശ്വാസത്തോടെ, ഒരേ ആചാരത്തോടെ, ഒരേ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ഒരേ വേഷവിധാനത്തിൽ, ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ വിളംബരമാണ് ഹജ്ജ് നമ്മെ പഠിപ്പിക്കുന്നത്. ലോക മുസ്ലിമീങ്ങളുടെ കേന്ദ്രമാണ് കഅബ, മക്ക എന്നുള്ളത്. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടിയാണ് കഅബ നിർമ്മാണം നടത്തിയത്. അതെ, ഇവിടെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായി. പ്രധാനമായും ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വളരെ പ്രമുഖരായ 3 വ്യക്തിത്വങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. അവരെ അനുസ്മരിപ്പിക്കുന്നത് കൂടിയാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കർമ്മമണ്ഡലങ്ങൾ, ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവർത്തനങ്ങൾ, ഹാജർ ബീവിയുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സമങ്കളം ചേരുന്ന അതിമഹത്തായ ആരാധന കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിയുടെ ഹജ്ജ് പൂർണ്ണമാകുന്നതില്ല. ഇസ്ലാമിക പൂർവിക ചരിത്രത്തിലും അതുപോലെ പ്രബോധന മണ്ഡലങ്ങളിലുമൊക്കെ ഏറെ സ്വാധീനവും മാതൃകയും ലഭിച്ചിട്ടുള്ളവരാണ് ഈ 3 മഹാ വ്യക്തിത്വങ്ങൾ. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് മുസ്ലിം സമൂഹം എല്ലാ വർഷവും കഅബാലയത്തിൽ ഒത്തുകൂടും. അതെ, വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഹജ്ജ് അവിടെ നിർവഹിക്കപ്പെടുകയും അത് ചരിത്രങ്ങൾ അനവരതം നീണ്ടുപോവുകയും ചെയ്യുകയാണ്. കഅബാലയത്തിൽ പോകുന്നതിലും അവിടെ ചില ആരാധനകളിൽ നിന്ന് അർപ്പിക്കുന്നതിലുമൊക്കെ അറബികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രൂപത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഹജ്ജ് ഒരു പുതിയ രൂപത്തിൽ വിളംബരം ചെയ്യപ്പെടുന്നത്. ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ താഴെ പറയും പ്രകാരമാണ്. ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത് ഇഹ്റാം എന്നുള്ളതാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഈ മഹത്തായ ആരാധന കർമ്മത്തിന് വേണ്ടി നാം ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകമായ ഉദ്ദേശവും ലക്ഷ്യവും വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നുള്ളതാണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ. ഹജ്ജിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. അഥവാ അറഫ മരുഭൂമിയിൽ പോയിട്ട് നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് പ്രത്യേകമായി അവിടെ നിന്ന് വരൽ ഈ ഹജ്ജിൻ്റെ പൂർത്തീകരണത്തിന് അത്യാവശ്യമാണ്. ഹജ്ജിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടുന്ന 3ാമത്തെ കാര്യമാണ് തവാഫുൽ ഇഫാല. ഇഫാലയുടെ തവാഫ് എന്ന് പറഞ്ഞാൽ അഥവാ അത് കഅബ എന്ന് പറയുന്ന മഹാഗേഹത്തെ ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. 4ാമത്തെ നിർബന്ധമായ കാര്യമാണ് സഅയ് ചെയ്യുക എന്നുള്ളത്. അഥവാ സഫ മർവ എന്നീ 2 മലകൾക്കിടയിൽ വളരെ ധൃതിയിൽ പോയി വരുന്നതിനാണ് സഅയ് ചെയ്യുക എന്ന് പറയുന്നത്. 5ാമത്തെ കാര്യമാണ് മുടി മുറിക്കുക എന്നുള്ളത്. ഈ 5ാമത്തെ മുടി മുറിക്കുക എന്ന കാര്യം ചെയ്യുന്നതോടു കൂടെയാണ് ഹജ്ജിൽ നിന്ന് ഇയാൾ വിരമിക്കുന്നത്, ഹജ്ജ് അവസാനിക്കുന്നത്. സ്വീകാര്യമായ ഹജ്ജും ഉംറയും ചെയ്തവന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്
ആ മനുഷ്യൻ അവൻ്റെ ഉമ്മ പ്രസവിച്ച ആ ദിവസത്തിൽ എത്രമാത്രം നിഷ്കളങ്കനാകുമോ, എത്രമാത്രം പരിശുദ്ധനാകുമോ, അതേപോലുള്ള പരിശുദ്ധിയാണ് യഥാർത്ഥമായി ഹജ്ജ് നിർവഹിച്ചവന് ലഭിക്കാൻ പോകുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും നിർമ്മലമായ ഹൃദയത്തിൻ്റെയും നിഷ്കളങ്കമായ മനസ്സിൻ്റെയും ഉടമയായിത്തീരുന്ന വളരെ അതിമഹത്തായ ആരാധനകർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഹജ്ജ് ചെയ്യാത്തവർക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള അവസരം അല്ലാഹു നൽകുമാറാവട്ടെ. ഹജ്ജ് ചെയ്തവർക്ക് വീണ്ടും അവസരങ്ങൾ നൽകുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനാശംസകളോടെ വാക്കുകൾക്ക് വിരാമിടുന്നു. അസ്സലാമു അലൈക്കും.